അവിടുന്ന് നമ്മളൊരു പുതിയ അനുഭവം കിട്ടുന്നത്. ആ ഷോപ്പിന്റെ ഉടമസ്ഥനായി ഒരു 5-10 വർഷം പരിചയമുള്ളൂ. ആ ഷോപ്പിന്റെ ഉടമസ്ഥൻ പറഞ്ഞത് കോഴിക്കോട് 1 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് അവിടെ ഷോപ്പ്. ആ സ്ഥാപനം തുറന്നത് കോഴിക്കോട് ഗ്രാമത്തിൽ ചെറുതായി തുടങ്ങിയ സ്ഥാപനം ഇന്ന് മാക്സിമം 8 ഷോപ്പുകൾ, 2000-3000 തൊഴിലാളികൾ. അവർ പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് വെച്ചാൽ, ഈ ഷോപ്പിൽ 10 വർഷം ജോലി ചെയ്ത ഒരു വ്യക്തിക്ക് ആ സ്ഥാപനത്തിലെ ഡോക്ടറാണ്. അപ്പൊ ഓരോ ഫ്ലോറിലും തന്റേതായ സ്ഥാപനം എന്നുള്ള ബോധത്തോടുകൂടി പ്രവർത്തനം തുടങ്ങിയപ്പോ ചുരുങ്ങിയ സമയത്തിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു തുണി കടയായി ആ സ്ഥാപനം മാറാൻ കഴിഞ്ഞു. ഇവിടെ 100 കുടുംബങ്ങളാണ്. ഞങ്ങൾ തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിലും അതുപോലെ മദ്രാസിലൊക്കെ ഞങ്ങൾ ബിസിനസ് ചെയ്യുമ്പോ അവിടുത്തെ തമിഴ്നാട്ടുകാർ പറയും, നിങ്ങൾ കേരളത്തിൽ 100-200 പാർട്ട്ണർമാരുള്ള ബിസിനസ് മുന്നോട്ട് പോകുന്നുണ്ട്, ഞങ്ങൾ കുടുംബം നോക്കിയിട്ട് പോകുന്നില്ല. അപ്പൊ അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ നമ്മുടെ ആളുകൾക്കുള്ള സ്നേഹങ്ങൾ ഏറ്റവും, ഞാൻ പറയുന്നത് കേരളത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് സ്നേഹം നിറഞ്ഞ ഏറ്റവും ഒരു ജില്ലയാണ് കാണുന്നത്. ധർമ്മത്തിന്റെയും സ്നേഹത്തിന്റെയും ഏറ്റവും മുറുകമായ ജില്ല നമ്മുടെ ഈ ജില്ലയാണ്. കാരണം ഒരു കാലത്ത് എന്താണ് സാഹചര്യത്തിൽ ദാരിദ്ര്യവും, അതിൽ ഇങ്ങനൊരു 60-70 അറിയാം ഇന്നത്തെ ജീവിതങ്ങളും. ഇങ്ങോട്ട് ഞാൻ പുറപ്പെടുമ്പോ 4 മണിക്ക് പുറപ്പെട്ട ഞാൻ വെളാഞ്ചേരിത്തന്നെ 40 മിനിറ്റ് നോക്കും. കുറ്റകരമാണിപ്പോ 1.5 കിലോമീറ്റർ നോക്കും. 1 മണിക്കൂർ കഴിഞ്ഞാലും ബ്ലോക്ക് തീരില്ല. വഴി കഴിഞ്ഞുകൊണ്ട് വെട്ട വഴിയെ തിരിഞ്ഞ് ഇവിടെ എത്തി. അപ്പൊ നമ്മുടെ ജില്ലയിൽ ഒരു 40 വർഷം മുന്നേ ഒരു കാറ് കാണുമ്പോൾ ആശുപത്രിക്കാരൻ ആളുണ്ട്, ഒരു PHT കാറോ പഴയ അംബാസഡറോ അല്ലെങ്കിൽ കോയമ്പത്തൂരിന് പഴയ കാറുണ്ട്. ഇന്ന് ഇവിടുത്തെ അവസ്ഥ ഒരു അത്ഭുതം പോലെയാണ്. നമ്മുടെ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ഓരോ സിറ്റിയിലും പാസ് ചെയ്യുമ്പോൾ മണ്ണാർക്കാടായാലും ശരി, മഞ്ചേരി ആയാലും ശരി, മലപ്പുറം ആയാലും ശരി, തിരൂരായാലും ശരി, ഇത്രയും വലിയൊരു അത്ഭുതമായി 40 വർഷം കൊണ്ട് ഈ മാറ്റം തീർച്ചയായും ആ ദുബായ് എന്നൊരു വാക്കില്ലായിരുന്നെങ്കിൽ നമ്മുടെ ദാരിദ്ര്യം ഇന്നും ഒരു തൊഴിൽ സ്ഥാപനമില്ല. ഞങ്ങളെടുത്ത കോയമ്പത്തൂരൊക്കെ ഓരോ ഫാക്ടറിയിലും 1000കണക്കായി ജോലി ചെയ്യുന്ന രാത്രി 24 മണിക്കൂറുള്ള ഫാക്ടറികൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിറഞ്ഞു കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ആ ദുബായിലുള്ള ആ കഷ്ടപ്പെട്ട പൈസ വിനോദത്തിലുള്ള ആളുകൾ സ്വന്തം നാട്ടിലുള്ള സ്നേഹം, കുട്ടിക്കാലത്ത് ഇവിടെ നടന്നു കളിച്ചതും ആ സുഹൃത്ത് ബന്ധങ്ങളും ആ മണ്ണിലുള്ള സ്നേഹവും, അതാണ് നമ്മൾ ഏറ്റവും വലിയ വളർച്ച ഉണ്ടായത്. തീർച്ചയായും ഒരു ബിസിനസ് പറയണമെങ്കിൽ തീർച്ചയായും ആത്മാർത്ഥമായി ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ കേരളത്തിലെ തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ട് കാഞ്ഞിരപ്പള്ളി, കോട്ടയം, തിരുവല്ല, തൃശ്ശൂർ ജില്ല, എറണാകുളം ജില്ല എല്ലാം ബിസിനസ്സുകളാണ്. അതിലൊക്കെ അപ്പുറം കിട്ടുന്ന സ്നേഹം. ഇവിടെ പാർക്കിംഗ് ഉണ്ടെങ്കിൽ ഏതൊരു ഷോപ്പിലും ബിസിനസ് പാർക്കിംഗ് വേണം. നമുക്ക് എല്ലാവർക്കും അറിയാം, കോട്ടയ്ക്കിലെ ചെങ്കട്ടിൽ എന്ന് പറയുന്ന സ്ഥാപനം പല വർഷങ്ങൾക്കുണ്ടായിരുന്നു. ഇന്ന് ആ പ്രവേശിച്ച് പോയാൽ നമ്മൾ ആരെങ്കിലും പലർക്കും അറിയാം ഷാർജ ദുബായിട്ടാ റൂട്ട്, ആ റൂട്ടിൽ കാണുന്ന അതേപോലെ തന്നെ ഈ സമയത്ത് ചെന്നാൽ 1000കണക്കിന് കാറുകൾ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അതുപോലെ തന്നെ ഏത് വലിയ ഹോട്ടലും 100-200-300 സീറ്റുള്ള ഹോട്ടലിൽ ക്യൂ നിൽക്കുന്ന ഒരു അവസരം. ഇന്നലെ രാത്രി വിനോദും ഞാനും എന്റെ സുഹൃത്തുമായി രാജു എടപ്പാളിലൊരു ഷോപ്പിൽ ചെന്നപ്പോ 1000 പേരെങ്കിലും ഒരേ ടൈമിൽ 200 തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ക്യൂ നിൽക്കാൻ അന്നങ്ങണ്ട ഞാൻ ഞെട്ടിപ്പോയി, ഇത് ഏത് ലോകത്തെ നമ്മൾ ജീവിക്കുന്നതെന്ന്. അത്രമാത്രം ബിസിനസ്സുകൾ ഇവിടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം വരുന്ന ബ്രാൻഡുകൾ ഈ മലപ്പുറം ജില്ലയിലെ മൊത്തം ഏത് പ്രദേശങ്ങളും ബ്രാൻഡഡ് ഷോറൂം മാത്രമേ കാണൂ. ബ്രാൻഡിലൊക്കെ വരുന്ന ബ്രാൻഡ് ഇത് പറയാൻ പോകുന്ന ലീലു അടുത്ത് ഓപ്പൺ ചെയ്യുന്നതാ. അപ്പൊ എവിടെ നോക്കിയാൽ ഈ ജില്ലയിൽ അത്ര ലില്ലിയും അതുപോലെ തന്നെ നെസ്റ്റും ഓരോ ഷോപ്പും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇങ്ങനെ മനസ്സിലാണിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ തമിഴ്നാട്ടിൽ ഞാൻ 56 കൊല്ലമായെങ്കിലും ഇവിടുത്തെ വിദ്യാഭ്യാസവും ഇവിടുത്തെ എല്ലാം നോക്കുമ്പോ ഒരു വ്യത്യസ്തമായ ഏതൊരു കുട്ടികളും ഉടനെ ഡിഗ്രി ഫസ്റ്റ് കഴിഞ്ഞാൽ ഉടനെ വിദേശത്ത് പോവാണ്. എല്ലാ കുട്ടികളും വിദേശം പോകുന്നത്, പെൺകുട്ടിയായിട്ട് ആൺകുട്ടിയായിട്ട് ഉടനെ പോകുന്നത് അങ്ങോട്ട് പുറത്ത്. കാരണം നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യണം, ഒരു ബിസിനസ് ചെയ്യാൻ ഇന്നത്തെ അവസരത്തിൽ ഒരു പക്ഷെ വളരെയധികം ബുദ്ധിമുട്ടാണ്. അത്രയും സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു മാസം മുന്നേ അറ്റ്ലസ് എന്നുള്ള പരിപാടിയിൽ പറയുന്ന ഈ 85% സൂപ്പർ മാർക്കറ്റുകളും ഇതുപോലുള്ള ഓഫറുകൾ കേട്ട് അതിന്റെ പിന്നിൽ പോകുമ്പോൾ അവരുടെ നിലവാരം വളരെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇത് അറിയുന്ന ബിസിനസ് അറിയുന്ന വിനോദമുള്ള ആളുകൾ ധൈര്യമായി തന്റെ രാജ്യത്തിൽ തന്റെ ജനിച്ച ഗ്രാമത്തിൽ ഒരു ഷോപ്പ് തുടങ്ങുക ആത്മധൈര്യം മാത്രമല്ല, അത് ദിവ്യമായുള്ള ഒരു അനുഗ്രഹം കൂടിയുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് തീർച്ചയായും ഇന്ന് മാഷോട് സൂചിക്കുകയുണ്ടായി ലാഭത്തിൽ പോകുന്നതാണ്. തീർച്ചയായും അത് ലാഭത്തിൽ പോകുന്ന 100 കുടുംബങ്ങളെ പ്രാർത്ഥനയുള്ള ഒരു സ്ഥാപനമാണ്. അത് കൂടുതൽ ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം വിനോദത്തിന്റെ ഈ നാടിനോട് ഉള്ളത് കൊണ്ട് മാത്രമാണ്
ഇതിവിടെ തുടങ്ങാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ സ്ഥലം എന്റെ കൂടെ എത്രയോ പ്രാവശ്യം കോയമ്പത്തൂരുന്നുണ്ട്. ആ കോയമ്പത്തൂരിൽ ഈ പണം മുടക്കുകയാണെങ്കിൽ ഇത് 10 ഇരട്ടിയാവും. കാരണം അത്രമാത്രം ജനങ്ങൾ പോകുന്ന ഒരു വലിയ ഇൻഡസ്ട്രിയാണ് കോയമ്പത്തൂർ. തമിഴ്നാട്ടിലെ ഇന്ത്യയിൽ തന്നെ പറയാം, അത്രമാത്രം ഡെവലപ്മെന്റ് ചെയ്യുന്ന ആളാണ് കോയമ്പത്തൂർ. മദ്രാസ് കഴിഞ്ഞാൽ കോയമ്പത്തൂർ ഏറ്റവും വലിയ ഡെവലപ്മെന്റ്. അത് തീർച്ചയായും അവിടെയും ചെയ്യാതെ സ്വന്തം നാട്ടിൽ വേണമെന്ന് തോന്നാൻ കാരണം ഞാനത് തന്നെയാണ്. വളാഞ്ചേരി ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഓപ്പൺ ചെയ്യുന്നുണ്ടായി. 40 കാറ് പാർക്ക് ചെയ്യുന്ന സൈഡോട് തീർച്ചയായിട്ടും ഇപ്പൊ ഞങ്ങൾ ഒരു ഫാമിലി കുടുംബമായി വന്നിരിക്കുമ്പോ സാധാരണ ഒരു ചായക്ക് നല്ല ചായ അല്ലെങ്കിൽ കഴിക്കുക സ്നാക്സ് കഴിക്കുമ്പോ അത് തൃപ്തിയായി കഴിച്ചു പോവുക, തന്റെ വണ്ടി തന്റെ മുന്നിൽ നിർത്താൻ കഴിയുക എന്നുള്ളത് ഏറ്റവും വലിയൊരു സംഭവമാണ്. തീർച്ചയായും ഈ സ്ഥാപനത്തിന് ഇനിയും വളർച്ച ഉണ്ടാവട്ടെ. വിനോദിച്ച വേറൊരു കാര്യം, ഇവിടെ നമ്മുടെ കേരളത്തിൽ മലബാറിന്റെ മാത്രമില്ലാത്ത ഒരു കാര്യമാണ് സീനാന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം. എന്താണ് സീനാന പ്രസ്ഥാനം പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ നന്നാവണമെങ്കിൽ അതിന്റെ ചെയ്യാനുള്ള ദൈവികമായുള്ള ഒരു അനുഗ്രഹം ഉണ്ടാവണമെങ്കിൽ ഒരു കൂട്ടപ്രാർത്ഥനയും അതുപോലെ തന്നെ ആ കുടുംബത്തിൽ നടന്ന കാര്യങ്ങൾക്ക് കർമ്മങ്ങൾ ചെയ്യുമെങ്കിൽ ഇന്നലത്തെ പേപ്പറിനെ വായിച്ചു മാതൃഭൂമിയിൽ 137 വർഷം കഴിഞ്ഞ് കേരളത്തിലെ അരുവിപ്പുറം എന്ന് പറയുന്ന പ്രദേശത്ത് അവർ പുഴയിൽ നിന്നും ശിവപ്രതിഷ്ഠ നടത്തിയ ആ അനുഭവം നമ്മുടെ പ്രിയങ്കരായ കുര്യൻ എന്ന് പറയുന്ന തോന്നുന്നുണ്ട്. അദ്ദേഹം പറയുകയുണ്ടായി, ആ ഒരു പ്രസ്ഥാനം അതുപോലുള്ള ആചാര്യന്മാരിൽ ജനിച്ച ഒരു സ്ഥലമാണ് കേരളം. അതുപോലെ മലപ്പുറം പ്രത്യേകം എടുത്തു പറയത്തത് കേരളം മുഴുവൻ ആ പ്രസ്ഥാനം കൊണ്ട് നടക്കുമ്പോ ഒരു കുടുംബജീവിതത്തിൽ ആ കുട്ടിക്ക് കൊടുക്കാനുള്ള ദിനചര്യ എന്ന് പറയുന്ന നമ്മുടെ സഹോദര സംരംഭം ചെയ്തത് നാളെ വരാൻ പോകുന്ന നോമ്പാണ്. ആ കൃത്യമായി ജീവൻ നയിക്കാൻ ഒരു കുടുംബത്തിൽ കുട്ടിക്കും അച്ഛനും കൊടുക്കുകയാണെങ്കിൽ ഒരു കുടുംബവും ഈ ഒരു നാശത്തിലേക്ക് പോവുകയില്ല. ഞാൻ ഏറ്റവും വലിയ 10-40 വർഷം തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തീർച്ചയായും വിനോദനം ഇവരെല്ലാം മറ്റുള്ള ആളുകൾക്കും അതിന് ഇനിയും സാധിക്കട്ടെ. ആ കൂട്ടമായ പ്രാർത്ഥനയും ആ കൂട്ടമായ ജീവിതത്തിലെ ദിനചര്യയും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അനുഗ്രഹം കൊണ്ട് മാത്രമായി ധർമ്മത്തിൽ മാത്രമേ ഒരു സാധനം പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. കോട്ടയ്ക്കൽ ആരീസ് പോലെ ടാറ്റ കമ്പനിയെ പോലെ പല സ്ഥാപനവും ലോകത്തിൽ പണം വീടുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്യുന്ന സ്ഥാപനത്തിൽ പരമ്പരയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ മാത്രം പറഞ്ഞുകൊണ്ട് ഈ വലിയ ഒരു കുടുംബത്തിന്റെ 100ഓളം കുടുംബങ്ങളുടെ ഒരു വേരത്തിന്റെ സ്വന്തമാണ് ഈ സ്ഥാപനം. അതിലേക്ക് ഏതാണെങ്കിലും ഉണ്ടായിട്ട് മാറുന്നതുകൊണ്ട് അവർ ലാഭത്തിൽ തന്നെ പോകാൻ വേണ്ടി സർവീസ് അനുവദിക്കട്ടെ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.